ബി.ജെ.പി. അവിടെ അധികാരത്തിലെത്താൻ നടത്തുന്ന ഒരു കുറുക്കുവഴിയായി ഇതിനെ കാണുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഒരു കാരണം ഈ ഒരു സംസ്ഥാനത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കിയൊരു പദ്ധതി അല്ല എന്നുള്ളതാണ്. ഇത് ഇന്ത്യയിലൊട്ടാകെ ത്രിഭാഷാ പദ്ധതിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടെ ആരാണ് പൊളിറ്റിക്സിൽ കൂടുതൽ എൻഗേജ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഗോകുമാർ സാർ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അവിടെ അധികാരത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി അതിനെ കത്തിച്ചെടുക്കുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ആ പ്രാദേശിക ഭാഷാവാദത്തിൽ അധിഷ്ഠിതമായി രാഷ്ട്രീയത്തെ പിന്തുടരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് അങ്ങനെ ലക്ഷ്യം ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ബി.ജെ.പിക്ക് തീർച്ചയായിട്ടും ലക്ഷ്യമുണ്ടാവും. പക്ഷേ ഈ നയം പൊതുവെ രൂപപ്പെടുത്തുമ്പോൾ ആ നയത്തിൻ്റെ ലക്ഷ്യം ആത്യന്തികമായി തമിഴ് പൊളിറ്റിക്സിൽ മാത്രം അധികാരത്തിലെത്തുക എന്നുള്ള ബി.ജെ.പി. ലക്ഷ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല അങ്ങനെ ഒരു വാദം ബി.ജെ.പി. മുന്നോട്ട് കൊണ്ടുവന്നാൽ അവിടെ ബി.ജെ.പിക്ക് അത് വലിയ നേട്ടം ഉണ്ടാക്കി കൊടുക്കും പെട്ടെന്നൊരു ഇലക്ഷനിൽ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ബി.ജെ.പി. ഹിന്ദിയെ എത്രമാത്രം അവിടേക്ക് ഫോഴ്സ് ചെയ്യുന്നു അത്രമാത്രം ബി.ജെ.പി. അവിടെ നിന്ന് പിന്നോട്ട് തെരഞ്ഞെടുപ്പിൽ അടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ അത് ആത്യന്തികമായി പിന്നീട് ഒരുപക്ഷെ ഈ തരത്തിലുള്ളൊരു ചർച്ചകൾ ഉണ്ടാവുകയും പ്രാദേശിക ഭാഷാവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർജ്ജീവമാകാനുള്ള സാഹചര്യങ്ങളൊക്കെ സാവധാനം ഉണ്ടാവും എന്നുള്ളത് ശരിയാണെങ്കിലും പ്രത്യക്ഷമായി അത് വലിയ പെട്ടെന്നൊരു രാഷ്ട്രീയ മുന്നേറ്റം ബി.ജെ.പിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രാദേശിക ഭാഷാവാദത്തിൽ അടിസ്ഥാനപരമായി ദ്രാവിഡ പാർട്ടികളുടെ ഈ പരിശ്രമങ്ങൾ പലപ്പോഴും ചരിത്രം ഒട്ടാകെ പരിശോധിക്കുമ്പോൾ കാണുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലെടുത്ത് നോക്കിയാൽ എന്തുകൊണ്ടാണ് അവർക്ക് കേരളത്തെ കൂട്ടുപിടിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു സമയത്ത് ഈ പറയുന്നത് പോലെ ഗോകുമാർ സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പോഴും അത് നമ്മൾ ഹിന്ദി സുഗമ പരീക്ഷ എഴുതിയാണ് വന്നത്. അത് പ്രാഥമിക തലത്തിലുണ്ട്, മധ്യമ തലത്തിലുണ്ട്. അതുകൊണ്ടൊരു ഗുണം ഉണ്ടായിട്ടുണ്ട്. നമുക്കൊക്കെ ഹിന്ദി വായിക്കാനറിയാം. ഇപ്പോഴും കേരളത്തിൽ 10ാം ക്ലാസ്സിൽ വരെ പഠിച്ചു വരുന്ന മുഴുവൻ കുട്ടികൾക്കും ഹിന്ദി വായിക്കാൻ അറിയാം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഒരു സംശയം കൂടെ തിരിച്ചു ചോദിക്കട്ടെ. ഒരു ഫോറിൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് പഠിക്കുന്നതിന് ഈ പ്രതിഷേധം എന്താണ് തമിഴർ കാണിക്കാത്തത്? അങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇത് പ്രാദേശികപരമായ അവരുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്നതാണ്, അവരുടെ സംസ്കാരത്തെ നശിപ്പിക്കുകയാണെന്നൊക്കെ പറയാം. പക്ഷേ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് കുഴപ്പമില്ല, ഹിന്ദി പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിൻ്റെ രാഷ്ട്രീയം ഇപ്പം മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെട്ടൊക്കെ നിരന്തരമായി ഇത്തരത്തിൽ ഒരു വാദം തമിഴ്നാട് ഉന്നയിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം തീർച്ചയായിട്ടും അവിടുത്തെ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന മാറ്റം തന്നെയാണെന്നുള്ളത് ആർക്കാണ് മനസ്സിലാകാത്തത്? അതുകൊണ്ട് തന്നെ അവർ രാഷ്ട്രീയത്തിലൂടെ പ്രിൻഡുവും പറഞ്ഞു. അതുപോലെ തന്നെ സേനാപതി ഞാൻ വളരെ അംഗീകരിക്കാം, അദ്ദേഹം വളരെ അക്കാദമികമായിട്ടാണ് സംസാരിച്ചത്. അവർ വളരെ കൃത്യമായി പറഞ്ഞു അവിടുത്തെ മണ്ണിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള മാറ്റം, ആ മാറ്റം തന്നെയാണ് അവിടെ നിന്ന് ഈ പ്രതിഷേധം ഉണ്ടാകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നുള്ളതാണ്. അതിനെ കത്തിച്ചെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നതിനൊക്കെ പരിമിതിയുണ്ട്. രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കത്തിച്ച് അധികം നാൾ മുന്നോട്ട് പോകാനാകില്ല. പ്രത്യേകിച്ച് ഇതൊക്കെ സാങ്കേതിക വിദ്യകളും ഒക്കെ മാറി വരുന്നൊരു കാലഘട്ടമാണ്. ഇവിടെ നമ്മൾ പ്രാദേശികപരമായിട്ടുള്ള ഭാഷകൾ പഠിക്കേണ്ട എന്നുള്ളതല്ല, എല്ലാ ഭാഷകളും പഠിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് നമ്മളൊക്കെ. നമ്മൾ ഏതെങ്കിലും ഒരു ഭാഷ പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞാൽ ആ പറയുന്ന വാദത്തോട് ഒരുപക്ഷെ നമുക്ക് യോജിക്കാൻ കഴിയില്ല. മറിച്ച് ഒരു ഭാഷയും കൂടി നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഇവിടം വിട്ട് കേരളവും തമിഴ്നാടും വിട്ട് മറ്റൊരു സംസ്ഥാനത്തിൽ പോയാൽ നിങ്ങൾ ഏത് ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ വടക്കേ ഇന്ത്യയുടെ ബഹുഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളുടെ സ്ഥിതിയല്ല. അവർക്കൊക്കെ പ്രത്യേകമായ ഭാഷകളുണ്ട്. ഇപ്പോൾ ഭോജ്പുരി ഉണ്ട്, ബ്രിജ് ഭാഷയുണ്ട്, ധാരാളം ഭാഷകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ അവരെയൊക്കെ ഏകീകൃതമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഹിന്ദി, ഇപ്പോൾ പഞ്ചാബി പോയി കഴിഞ്ഞാൽ പഞ്ചാബി സംസാരിക്കും. പക്ഷേ അവർ ഹിന്ദി അടിസ്ഥാനപരമായി അവർക്കറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ കോമൺ ആയിട്ട് അവരെ ഒന്നിപ്പിച്ചു കൊണ്ടുവന്നൊരു ഭാഷയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു യൂണിഫൈഡ് ആയിട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും എന്നുള്ളതാണ്. എന്നാൽ ഹിന്ദി അറിയാത്ത ഒരു മലയാളി ഇവിടം വിട്ട് തമിഴ്നാടും വിട്ട് അങ്ങോട്ട് ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് ഭാഷയിൽ അവർ സമ്മതിക്കാൻ പറ്റുമെന്നാണ് ഈ പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹി പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ അറിയാത്ത ബസ്സുകാരുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. ഡൽഹി ചെന്നിട്ട് ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞാൽ ചിരിക്കും, സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ വയ്യാത്തതെന്ന് ചോദിക്കും. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ആ ഇംഗ്ലീഷ് വാക്കുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ബസ്സുകാരുള്ള ഒരു നാട്ടിൽ നമ്മളൊരു ഭാഷ അവിടെയൊക്കെ യാത്ര ചെയ്യുകയും ഇന്ത്യയുടെ ഇത്രയും വിശാലമായൊരു സംസ്കാരത്തെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, നമ്മളൊരു ഭാഷ കൂടി പഠിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയപരമായി മാത്രമേ കാണാൻ കഴിയൂ. ആ തമിഴ്നാടിൻ്റെ ഈ സ്വത്വവാദം എല്ലാ കാലഘട്ടങ്ങളിലും ചരിത്രപരമായിട്ടുണ്ടായിട്ടുള്ളതാണ്. ധാരാളം പ്രശ്നങ്ങളും ചരിത്രത്തിൽ അത് വഴി വെച്ചിട്ടുള്ളതാണ്. ഈ പ്രാദേശികവാദം ഒരുപക്ഷെ പ്രാദേശികവാദം എന്ന് പറയുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയ ഉന്നം വെച്ചുകൊണ്ടു തന്നെ ഉള്ളതാണ്. അത് ഇപ്പം മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട് നോക്കിയാലും ഇതേ കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതിനെ കത്തിച്ച് നിർത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം.